പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഒരു ഫോർമുല അത് രൂപീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല. തൃണമൂൽ കോൺഗ്രസ് വാശി പിടിച്ചെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാര്യമായ നഷ്ടം ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ കോൺഗ്രസ് നേതാവായ അധിർ രഞ്ജൻ ചൗധരി 5 തവണയായി തുടർച്ചയായി വിജയിച്ചു വരുന്ന ബഹ്റാംപൂർ സ്ഥാനം, അതായത് ബഹ്റാംപൂർ ലോക്സഭാ സീറ്റ്, യൂസഫ് പഠാൻ എന്ന മുൻ ക്രിക്കറ്റ് താരവും തൃണമൂൽ കോൺഗ്രസ് നേതാവും ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം വിജയിച്ചെടുക്കുകയാണ് ചെയ്തത്. 85,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബഹ്റാംപൂരിൽ നിന്നും അദ്ദേഹം ജയിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിൽ AICCയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ പശ്ചിമ ബംഗാളിൽ വന്നിരിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അധിർ രഞ്ജൻ ചൗധരി ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയപരമായി കോൺഗ്രസ് അനുകൂലികൾ എങ്ങനെയാണ് അത് എടുക്കുക എന്നുള്ളതിൽ ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ആകെ മാൾഡ മേഖലയിൽ കോൺഗ്രസിന് നേടിയ വിജയം മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ച ഏക സീറ്റ് എന്ന് പറയേണ്ടി വരും. BJPക്ക് ആകട്ടെ 12 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റുകൾ നേടിയതിൽ നിന്നും 6 സീറ്റുകൾ കുറഞ്ഞു എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനെ ചെറുതായി ഒന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 18 ലോക്സഭാ സീറ്റുകൾ നേടിയപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ആകെ 22 ലോക്സഭാ സീറ്റുകളെ നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. 2 സീറ്റുകൾ ശേഷിക്കുന്നത് കോൺഗ്രസ് ആണ് നേടിയെടുത്തത്. അത്തരത്തിലായിരുന്നു അവിടുത്തെ സീറ്റ് നില. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. തൃണമൂൽ കോൺഗ്രസ് 29 സീറ്റുകൾ നേടിയെടുത്തു. വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. നമുക്കറിയാം, ലോക്സഭയിലെ 7 ഘട്ടങ്ങളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് പശ്ചിമ ബംഗാൾ. അത്രയേറെ പ്രശ്ന സങ്കീർണമായ ബൂത്തുകൾ, അത്രയേറെ ബുദ്ധിമുട്ടേറിയ ഒരു ക്രമീകരണ രീതി, അതാണ് പശ്ചിമ ബംഗാളിൻ്റെ വേറിട്ട ഒരു രാഷ്ട്രീയ കാര്യം എന്നുള്ളത് പറയേണ്ടി വരും. ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ നിന്നും 7 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച അഭിജിത് ബാനർജിയാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ യുവ നേതാവ്. മമതാ ബാനർജിക്ക് ശേഷം പാർട്ടിയെ കൈയാളുന്നത് ഇദ്ദേഹം തന്നെ ആയിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ അഭിജിത് ബാനർജി കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വർഗീയ ശക്തികളെ ഒരു കാരണവശാലും ബംഗാളിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ ഇടപെടാൻ സഹായിക്കരുത്. CPIM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് അത്ര നന്നല്ല. അത് മാത്രമല്ല, CPIM-ൻ്റെ മുഴുവൻ അണികളെയും BJPയിലേക്ക് എത്തിച്ചാണ് കഴിഞ്ഞ ഏറെ കാലഘട്ടമായി അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ നീക്കത്തിൽ കോൺഗ്രസ് ആണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്.